നമ്മിൽ സ്വാർത്ഥത എത്രമാത്രം വേര് പിടിച്ചിട്ടുണ്ടെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാകാറില്ല. എന്നാൽ അത് മനസ്സിലാക്കി തരുവാൻ വേണ്ടി ദൈവം ചിലപ്പോൾ ചില സന്ദർഭങ്ങളും അവസരങ്ങളും നമുക്ക് വേണ്ടി ഒരുക്കാറുണ്ട്. ആവശ്യത്തിലിരിക്കുന്ന ഒരാൾ നമ്മുടെ മുമ്പിൽ വന്ന് കൈ നീട്ടുമ്പോൾ നമുക്കുണ്ടെങ്കിൽ കൈ തുറന്ന് അദ്ദേഹത്തെ സഹായിക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ മനസ്സിൽ വിഷമം തോന്നുന്നുണ്ടെങ്കിൽ നമ്മിൽ സ്വാർത്ഥത ധാരാളം ഉണ്ട്, അത് വേര് പിടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്വാർത്ഥത അതിൻ്റെ തനിരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ്. നമുക്ക് ഏത് കാര്യത്തോടാണ് കൂടുതൽ സ്നേഹം എന്നുള്ളത് ഭൗതിക വസ്തുക്കൾ നമ്മിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന പ്രയാസത്തിൻ്റെ ആഴം അളന്നു നോക്കിയാൽ മാത്രം മതിയാവും. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് എന്നാണല്ലോ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. സ്വാർത്ഥതയോ പിശുക്കോ ലുബ്ധോ നമ്മിലുണ്ടാകാൻ പാടില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. നമ്മിലാർക്കും ഇതില്ല എന്ന് നാം ഭാവിക്കാറുണ്ടെങ്കിലും ഭൗതിക വസ്തുക്കളോടുള്ള നമ്മുടെ ഭ്രമം നമ്മിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ഇത് നമ്മിൽ മുറുകെ പറ്റുന്ന പാപങ്ങളായിട്ടുണ്ട് എന്ന് ആദ്യമേ മനസ്സിലാക്കണം. ദൈവത്തോട് നാം അപേക്ഷിച്ചാൽ ദൈവം നമ്മുടെ പാപങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരും. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കണമേ, ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ എന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത് പോലെ നാം പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാവും. ഭൗതിക വസ്തുക്കളോട് നാം അമിതമായ സ്നേഹം വെച്ച് പുലർത്തുന്നവരാണെങ്കിൽ തീർച്ചയായും ദൈവരാജ്യം അവകാശപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമല്ല. സ്വാർത്ഥത നിറഞ്ഞ ആളുകൾക്ക്, അതായത് തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്ന മനുഷ്യർക്ക് വളരെ ഗുരുതരമായ ശിക്ഷാവിധി ഉണ്ടാകും എന്നുള്ളതിന് സംശയമില്ല. കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. ന്യായവിധിയെ ജയിക്കുന്നതാണ് കരുണ എന്നുള്ളത് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും പിശുക്കിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും ലുബ്ധിൽ നിന്നും നാം സ്വതന്ത്രരാകുവാൻ ആഗ്രഹിച്ചേ മതിയാവും. ചില ആളുകളിൽ ഈ സ്വഭാവം വളരെ ആഴത്തിലാണ് വേര് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഈ പാപസ്വഭാവത്തിനെതിരെ നമുക്ക് പോരാടുവാൻ കർത്താവ് കൃപ തരട്ടെ. സകലവിധ ദ്രവ്യാഗ്രഹത്തെയും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുക. ഒരു മനുഷ്യൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവൻ്റെ ആധാരം. അത് യേശു നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനാൽ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് എന്നുള്ള ദൈവത്തിൻ്റെ വചനം നമുക്ക് സ്വീകരിക്കാം. നമ്മെ നാശത്തിലേക്ക് നയിക്കുവാൻ പോലും പര്യാപ്തമായ, നിത്യതയിൽ നിന്ന് നമ്മെ എന്നേക്കുമായി നഷ്ടപ്പെടുത്തുവാൻ സാധ്യതയുള്ള ഈ സ്വാർത്ഥത എന്ന് പറയുന്ന സ്വഭാവത്തിൽ നിന്ന് നാം സ്വതന്ത്രരാകുവാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അത് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവിനോട് പറഞ്ഞാൽ തീർച്ചയായും ദൈവം അതിനുള്ള കൃപ നമുക്ക് നൽകിത്തരും. അതിനാൽ ഈ വചനത്തിന് മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മിലുള്ള സ്വാർത്ഥതയെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുന്നതിന് പകരം, കൈ തുറക്കുന്നതിന് പകരം നമ്മുടെ കൈ അടച്ചു കളയുന്നുവെങ്കിൽ, അവരുടെ വേദനയ്ക്ക് മുമ്പിൽ നാം കണ്ണടയ്ക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവവചനത്തിന് മുമ്പിൽ നാം കുറ്റക്കാർ തന്നെയാണ്. അതുകൊണ്ട് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും നാം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ
പ്രത്യക്ഷമായ ഒരടയാളം കൂടിയാണ് ഇങ്ങനെയുള്ള നമ്മുടെ പ്രതികരണങ്ങൾ. ആകയാൽ ഒരു ചെറിയ ജീവിതമാണ് ദൈവം നമുക്ക് ഈ ഭൂമിയിൽ നൽകിയിരിക്കുന്നത്. വരുവാനുള്ള ലോകത്തിൽ നമുക്ക് കർത്താവിനോടൊത്ത് ജീവിക്കണം എങ്കിൽ തീർച്ചയായും നമ്മിൽ കുടികൊള്ളുന്ന, മുറുകെ പറ്റുന്ന ഇതുപോലെയുള്ള എല്ലാ പാപസ്വഭാവങ്ങളിൽ നിന്നും നാം സ്വതന്ത്രരായിരിക്കണം. ക്രിസ്തുയേശു നമുക്ക് സ്വാതന്ത്ര്യം വരുത്തട്ടെ. യേശു ക്രിസ്തുവിൽ കൂടി പാപത്തിൻ്റെ മേൽ നമുക്ക് ജയം പ്രാപിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ആത്മാവിനെ മലിനപ്പെടുത്തുന്ന, ഞങ്ങളെ നിത്യതയിൽ നിന്ന് പോലും നഷ്ടപ്പെടുത്തുവാൻ ശക്തിയുള്ള എല്ലാ തിന്മകളെയും ദൈവം ഞങ്ങൾ നീക്കണമേ. ഞങ്ങളുടെ പാപസ്വഭാവങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. മാനസാന്തരത്തിനു വേണ്ടി, ആ അനുഭവത്തിനു വേണ്ടി എപ്പോഴും ദാഹിക്കുന്ന ഹൃദയം ഞങ്ങൾക്കുണ്ടാകണമേ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ.